നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള NaOH തന്നിട്ടുണ്ട്. ഈ ml ഈ ഒരു വോളിയം NaOH ആണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒരു 100 ml സൊല്യൂഷൻ ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഇതിനെ ഒഴിക്കാൻ വേണ്ടി നമ്മളൊരു ഫണൽ ഉപയോഗിച്ചു. പിന്നെ ഷാർപ്പായിട്ട് അതിനകത്ത് ഒഴിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ചു. ആ ഗ്ലാസ് റോഡിൽ കൂടി ഈ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരേ വശത്തൂടെ തന്നെ ഒഴിക്കും. ഈ വശത്തൂടെ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് അയോണുകൾ ഇനിയുണ്ട്. അപ്പോൾ മിനിമം വാട്ടർ ആഡ് ചെയ്ത് മാക്സിമം ടൈംസ് ഇതിനെ റിൻസ് ചെയ്ത് ഇതിലേക്കൂടെ വീണ്ടും ഒഴിക്കും. ഇപ്പോൾ ഒരു തവണ ചെയ്തു, ഒരു 3-4 തവണ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ അയോൺസുകളും ഈ വെള്ളത്തിൽ കലങ്ങി ഇനി പോരുന്നോളും. അപ്പം മാക്സിമം അയോൺസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 തവണയായി. ഇനി ഒരു 2-3 തവണ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇതിൻ്റെ 100 ml ഇവിടം വരെയാണ്, അതിനേക്കാൾ കൂടാൻ പാടില്ല. അതെപ്പോഴും നോക്കിയിട്ട് വേണം വാട്ടർ ആഡ് ചെയ്യാൻ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യുക. ഇപ്പോൾ ഒരു 4 തവണ ഞാൻ ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് അയോൺസിൻ്റെ കൂടെ പോയി. ഇനി വേണമെങ്കിൽ ഒരു തവണയോടെ എനിക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു തവണയോടെ ചെയ്തു. അപ്പോൾ എനിക്ക് മാക്സിമം ഇതിനകത്തുള്ള അയോൺസിലെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചു. ഇനി ഞാൻ ഈ ഫണലും ഒന്ന് വാഷ് ചെയ്തെടുക്കും. ഈ ഗ്ലാസ് റോഡും വാഷ് ചെയ്തെടുക്കും. ഈ ഗ്ലാസ് റോഡ് വാഷ് ചെയ്ത് മാറ്റി ഫണലും വാഷ് ചെയ്ത് മാറ്റുകയാണ്. അപ്പോഴും 100 ml ആയിട്ടില്ല. ഫണൽ ഞാൻ മാറ്റി. ഇപ്പോൾ ഇതിനകത്ത് ഇവിടെയാണ് 100 ml, ഇവിടെ വരെ സൊല്യൂഷൻ ആയുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ വാട്ടർ ആഡ് ചെയ്ത് ഇതിനെ 100 ml ആയിട്ട് മാറ്റുകയാണ്. 100 ml ആയിട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ്ങിന്റെ ജസ്റ്റ് നമ്മുടെ ആ മിനിസ്കസ് കോയിൻസൈഡ് ചെയ്യും. അതിൽ ലോവർ മിനിസ്കസ് ആണ് കോയിൻസൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആ 100 ml അടുക്കാറായി. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുന്ന അതിനനുസരിച്ച് നമ്മൾ വളരെ സ്ലോ ആയിട്ട് ആഡ് ചെയ്യുക. വോളിയം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ഷാർപ്പായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതാണ് ആ മാർക്കിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ലോവർ മിനിസ്കസ് കോയിൻസൈഡ് ചെയ്യുന്നതുപോലെ ചെയ്യാം. ഇപ്പോൾ ഒരു ഡ്രോപ്പിൻ്റെ കൂടെ കുറവുണ്ട്. ഞാൻ ഒരു ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്യാണ്. ഒരു ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 100 ml ഷാർപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ലിഡ് ഉപയോഗിച്ച് ഈ കോണിക്കൽ ഫ്ലാസ്ക് അടച്ചു. ഇനി ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പിടിച്ചിട്ട് ഇതേപോലെ ഷേക്ക് ചെയ്യുക. ഇതേപോലെ ഒരു 3-4 തവണ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. അപ്പോൾ നല്ലതുപോലെ ചുഴറ്റി ഇത് മിക്സ് ആവും. അപ്പോൾ ഒരു യൂണിഫോം സൊല്യൂഷനായി. ഈ യൂണിഫോം സൊല്യൂഷനിൽ നിന്ന് ഇനി ഒരു 20 ml നമുക്ക് പിപ്പറ്റ് ചെയ്യണം. ഇപ്പോൾ 20 ml പിപ്പറ്റ് ചെയ്യാൻ ഒരു പിപ്പറ്റ് ഉപയോഗിക്കുക. ഇത് പിപ്പറ്റ് ഔട്ട് ചെയ്യാം. പിപ്പറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പിപ്പറ്റും ഇതിനകത്ത് ഇടുന്നത് വെർട്ടിക്കലായിട്ട് തന്നെ വേണം. ആ വെർട്ടിക്കലായിട്ട് ഇട്ടിട്ട് വേണം അത് പിപ്പറ്റ് ചെയ്യാൻ. ആ മാർക്കിങ്ങിന്റെ മുകളിലോട്ട് പോകണം. എന്നിട്ടത് ക്ലോസ് ചെയ്യുക. വളരെ പ്രഷർ വളരെ ചെറുതായിട്ട് പുറത്താവായിരിക്കും. അപ്പോൾ അത് മാർക്ക് അതിന് മതി. ഇനി അത് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യണം. കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എങ്ങനെ ആഡ് ചെയ്യും? ഒരു സ്ലാൻഡിങ് പൊസിഷൻ വെച്ചിട്ട് സൈഡിൽ കൂടെ വേണം ആഡ് ചെയ്യാൻ. സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ചിട്ട് ആഡ് ചെയ്യാം. അത് കംപ്ലീറ്റ് അതിനകത്തുനിന്ന് പോയി കഴിയുമ്പോൾ ആ പിപ്പറ്റിന്റെ ടിപ്പ് സൊല്യൂഷൻ മുങ്ങാത്ത മേളത്തെ സൈഡിലൊക്കെ ടച്ച് ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു. ഓക്കെ.